നമസ്കാരം. ഞാൻ കലാശാല മുരളി. ഞാൻ ഇന്ന് പറയുന്നത് കൊല്ലവർഷം 1201 ചിങ്ങം 1 മുതൽ കർക്കിടക മാസം അവസാന വാരം വരെയുള്ള മിഥുനക്കൂറുകാരുടെ നക്ഷത്രഫലമാണ്. ചിങ്ങം 1 മുതൽ കർക്കിടകം വരെ എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലത്തെ ഫലം ഇതിനകത്ത് ഉൾപ്പെടും. മിഥുനക്കൂറെന്ന് പറയുമ്പോൾ മകയിരമര, തിരുവാതിര, പുണർതം മുക്കാല് ഈ നക്ഷത്രങ്ങളുടെ ഫലമാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ശുഭകരമായ ഒരു വർഷമായിരിക്കണം എന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമുക്ക് സുഖ ദുഃഖ ഫലങ്ങളൊക്കെയും അനുഭവപ്പെടും. അതിലൊന്നും നിരാശപ്പെടാതെ നമ്മൾ മുന്നോട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈശ്വരൻ അതിനുവേണ്ടിയാണ് നമ്മളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ സഹായിക്കണേ, അതിനുള്ള മാർഗങ്ങൾ ഉപദേശിച്ചു തരണേ, തോന്നിപ്പിക്കണേ എന്നുള്ള ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമ്മൾ ജീവിച്ചാൽ ജീവിതം സുഖകരമായി മാറും. അപ്പോൾ ഈ കൂറുകാർക്ക് ആദ്യ മാസങ്ങളിൽ ചിങ്ങമാസത്തിൽ ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പ്രവൃത്തി മേഖലയിൽ തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രോഗാരിഷ്ടതകൾ വർദ്ധിക്കുകയും അതുമൂലം ധനച്ചെലവ് ഏറുകയും ചെയ്യും. സന്താനങ്ങൾക്ക് ദുരിതം, രോഗാവസ്ഥകൾ, അതുപോലെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. എല്ലാ കാര്യങ്ങൾക്കും ഒരു മന്ദഗതി ഈ ആദ്യ മാസത്തിൽ നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ താമസമുണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിലും പരീക്ഷകളിലുമൊക്കെ നമ്മൾ ഉദ്ദേശിച്ച വിജയം കൈവരിക്കാൻ സാധ്യമാകാതെ വരും. അതിന് വിദ്യാദേവതയായ സരസ്വതിയെ പ്രാർത്ഥിക്കുകയും ദേവിക്ക് വേണ്ടി വെള്ളിയാഴ്ച ദിവസം വിദ്യാരാജഗോപാല അർച്ചന നടത്തണം. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും വളരെ ഗുണകരമായ ഒരു വഴിപാടാണ്. അത് ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും നമ്മുടെ പ്രവൃത്തി മേഖലയിലും ഒക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മുന്നോട്ട് പോകാൻ ദേവിയുടെ സഹായം നമുക്കുണ്ടാകും. രോഗാവസ്ഥകൾക്ക് വേണ്ടിയിട്ട്, അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ശനിയുടെ ദൂഷ്യം നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രോഗാവസ്ഥകൾ കൂടുതലും ഉണ്ടാകുന്നത്. അതിന് ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തണം. 12 ശനിയാഴ്ച നീരാഞ്ജനം നടന്നു കഴിയുമ്പോൾ എള്ളു നേദ്യവും ഒക്കെ നടത്തി നമുക്ക് ആ വഴിപാട് അവസാനിപ്പിക്കാം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് വ്യത്യാസങ്ങളുണ്ടാകും. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന നടത്തുക. തിങ്കളാഴ്ച തോറും മൃത്യുഞ്ജയാർച്ചനയും പുറകു വിളക്കും നടത്തുക. അത് 12 തിങ്കളാഴ്ച കഴിയുമ്പോൾ കൂവളമാലയും കടുംപായസവും ജലധാരയും കൂടി നടത്തി നമുക്ക് ആ പരിഹാരം അല്ലെങ്കിൽ ആ പരിഹാര വഴിപാട് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വാഹന ഇടപാടിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ഥാനചലനത്തിനിടയുണ്ട്. സ്ഥാനചലനമെന്ന് പറയുമ്പോൾ അത് 2 രീതിയിലുണ്ട്. സ്ഥാനചലനമെന്ന് പറയുന്നത് നമുക്ക് പ്രവൃത്തി മേഖലയിൽ പ്രമോഷൻ കിട്ടുക സ്ഥാനചലനമാണ്. ഡീപ്രമോഷൻ കിട്ടുകയും സ്ഥാനചലനമാണ്. അപ്പോൾ ഇത് ഗുണകരമായ ഒരു സ്ഥാനചലനമല്ല നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. വർഷത്തിൻ്റെ മധ്യഭാഗത്തോടു കൂടി നമ്മുടെ ഈ ദുരിതങ്ങളൊക്കെയും മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണക്ഷേത്രത്തിൽ 12 വ്യാഴാഴ്ച അടുപ്പിച്ച് കദളിപ്പഴ ത്രിമധുരവും തൃക്കൈവെണ്ണയും ഭാഗ്യസൂക്താർച്ചനയും നടത്തുക. അത് 12 വ്യാഴാഴ്ച നടത്തണം. 12ാമത്തെ പ്രാവശ്യം പാൽപ്പായസം നടത്തി നമുക്ക് ഈ പരിഹാരം
അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ തൊഴിൽ തടസ്സങ്ങളൊക്കെയും നമുക്ക് മാറും. ജീവിത പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഭാഗ്യമുണ്ടാകണം. വിവാഹ തടസ്സങ്ങൾ മാറണമെങ്കിൽ ഭാഗ്യമുണ്ടാകണം. അപ്പോൾ അതിനൊക്കെയും മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒക്കെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. അതിനാണ് വ്യാഴാഴ്ച തോറും കൃഷ്ണക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഞാൻ പറഞ്ഞ വഴിപാടുകളൊക്കെയും നടത്തുകയും ചെയ്യുക. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ദിവസവും ചൊല്ലിയാൽ നല്ലത്. അല്ല എന്ന് വരികിൽ നമ്മുടെ ജന്മനാൾ തോറുമെങ്കിലും ചൊല്ലാനുള്ളൊരു ശ്രമം നടത്തണം. അത് വളരെ ശ്രേഷ്ഠമാണ്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നമുക്കും നമ്മുടെ ഗ്രഹത്തിലും ഉണ്ടാകുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. വർഷത്തിൻ്റെ മധ്യഭാഗത്തോടുകൂടി ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും. ഭൂമി ഇടപാടിൽ ലാഭമുണ്ടാകും. ഭൂമികളൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതകളുണ്ടാകും. കുടുംബ സ്വത്തുക്കൾ, തർക്കത്തിൽ കിടന്ന കുടുംബ സ്വത്തുക്കൾ പോലും നമുക്ക് കൈവശം വരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുകയും വിവാഹ കാര്യങ്ങൾക്ക് ഒക്കെ ഒരു തീരുമാനമാവുകയും ചെയ്യും. അതുപോലെ അയൽബന്ധങ്ങളൊക്കെ ശക്തമാകും. സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ഒക്കെ സഹായം ലഭിക്കും. ബന്ധുക്കളൊക്കെയും തന്നെ നമുക്ക് അനുകൂലമായി വരും. ബന്ധുസമാഗമവും ബന്ധുഗുണവും നമുക്ക് ലഭിക്കും. ഭാര്യാസ്ഥാനത്തു നിന്നും ധനാഗമ മാർഗങ്ങൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും. സ്വന്തമായി വാഹനവും വസ്തുവും ഭവനവും ഒക്കെ വാങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരും. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇതിനൊക്കെയും ദൈവാധീനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈശ്വരനെ മുൻനിർത്തി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഭവനത്തിലുണ്ടായിരുന്ന രോഗാവസ്ഥകൾക്കൊക്കെയും മാറ്റമുണ്ടാവുകയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എല്ലാവർക്കും കുടുംബസമേതം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. തർക്കങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവും. അങ്ങനെ മംഗളകരമായ ഒരു കുടുംബജീവിതം പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമസ്കാരം.